ടോണി ഞങ്ങള് റിയാദിൽ നിന്നും കുവൈറ്റിൽ നിന്നും അങ്ങനെ പല ദേശത്തു നിന്നും കൊളംബോയിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. 26-ാം തീയതി റിയാദിൽ നിന്ന് തന്നെ ഫ്ലൈറ്റിലേക്കായിരുന്നു. കുവൈറ്റുകാരും പറഞ്ഞു അവിടെ നിന്ന് ഫ്ലൈറ്റിലേക്കായിരുന്നു. അങ്ങനെ ഫ്രൈഡേ രാവിലെ ഏർലി മോർണിംഗിൽ കൊളംബോയിൽ റീച്ച് ചെയ്യേണ്ടതായ ഫ്ലൈറ്റ് സൈക്ലോണിന്റെ വീക്ഷണമെന്നുള്ള കാരണത്താൽ വേറെ മട്ടല എന്ന് പറയുന്ന എയർപോർട്ടിലെത്തുകയും അവിടെ 3 മണിക്കൂറോളം റിയാദിൽ നിന്നുള്ള ഫ്ലൈറ്റുകാർ ആ ഫ്ലൈറ്റിനകത്ത് തന്നെ ഞങ്ങളെ പുറത്തിറക്കിയിട്ടില്ല. ഏകദേശം 9:30 ലാൻഡ് ചെയ്ത ഫ്ലൈറ്റ് 12:30 ആയപ്പോൾ ആൾക്കാരായി ഞങ്ങളെ എല്ലാം വെളിയിലിറക്കുകയും ഞങ്ങൾക്ക് ഒരു എയർപോർട്ടിനകത്ത് തൽക്കാലം ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നു. അത് കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞത് ബൈ റോഡ് നിങ്ങൾ കൊളംബോയിൽ പോകണം, അതിനുള്ള അറേഞ്ച്മെന്റ് അവർ ചെയ്ത് തരുമെന്നും അത് ഞങ്ങൾ പലരും അത് റിഫ്യൂസ് ചെയ്ത് എന്താണെന്ന് സൈക്ലോൺ എന്നുള്ള റീസൺ കൊണ്ട് ലാൻഡ് ചെയ്ത് ഞങ്ങൾ എങ്ങനെ ബൈ റോഡിൽ സഞ്ചരിക്കും, എന്തെങ്കിലും റോഡിൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി എടുക്കുമോ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. അതിനുള്ള റെസ്പോൺസിബിളായിട്ടുള്ള ആൾക്കാരും ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നതുമില്ല. അവിടെ നിന്നും ഞങ്ങൾ ബൈ റോഡിൽ ഞങ്ങളുടെ ഓൺ റിസ്കിൽ അവരുടെ തന്നെ വാഹനത്തിൽ കൊളംബോയിൽ ഏകദേശം വൈകിട്ട് 8 മണിയോടുകൂടെ എത്തി. പലരും അത് കഴിഞ്ഞ് വന്നവരുണ്ട്. ബൈ റോഡിലും പലവിധമായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുവെങ്കിലും കൊളംബോ എയർപോർട്ടിൽ ഏകദേശം ഞങ്ങളുടെ വാഹനം 8 മണിക്ക് എത്തുകയും അവിടെ ഞങ്ങൾക്ക് അവർ പറഞ്ഞത് സാറ്റർഡേ രാവിലെ 8 മണിക്കുള്ള ട്രിവാൻഡ്രത്താണ് ഞങ്ങളുടെ ടിക്കറ്റ്. എങ്കിലും അവർ പറഞ്ഞു കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് തരാമെന്ന്. ഞങ്ങളെല്ലാം എഗ്രി ചെയ്തു. കൊച്ചിയിലേക്കുള്ള ബോർഡിംഗ് പാസ് തന്ന് ഞങ്ങളുടെ ലഗേജ് എല്ലാം വീണ്ടും അകത്ത് അവർ ആക്കുകയും ചെയ്ത് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ ഒരു ഇൻഫർമേഷൻ തന്നില്ല. ഏകദേശം രാവിലെ 2 മണിയായപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളവർ ചില ആൾക്കാർക്ക് ചില മെസ്സേജുകൾ വന്നു. അതായത് രാവിലെ 8 മണിക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ആകുന്നു. ആ ക്യാൻസലായ ഫ്ലൈറ്റിന് അത് കഴിഞ്ഞുള്ള ഇൻഫർമേഷന് വേണ്ടി ഞങ്ങളിവരെ സമീപിക്കുകയും ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ വെളിയിൽ പോയിക്കോ, നിങ്ങൾ ലഗേജ് എടുത്ത് വെളിയിൽ പോയിക്കോ എന്നുള്ള റീസണാണ് ഞങ്ങളോട് പറയുന്നത്. ഇവർക്ക് ഞങ്ങളുടെ നാട്ടിലെത്തിക്കാനുള്ള യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതായിട്ടാണ് കാണുന്നത്. ഈ കാര്യത്തിൽ ഞങ്ങൾ ഏകദേശം ഒരു 50-60ഓളം പേർക്ക് ആൾക്കാർ ഇതിനകത്തുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. ചുരുങ്ങിയ ലീവുകൾക്കായിട്ട് നാട്ടിൽ നിൽക്കുന്ന ഞങ്ങളും അങ്ങനെ പലവിധമായ റീസണുകളിൽ വന്നാൽ ഞങ്ങൾക്ക് യാതൊരു വിധമായ ആനുകൂല്യമോ ഉത്തരവാദപ്പെട്ട ആൾക്കാരുടെ ഇൻഫർമേഷനോ ഫ്ലൈറ്റിന്റെ അവസ്ഥകളോ ഒന്നും ഞങ്ങളെ അറിയിക്കുന്നതായിട്ട് ഇല്ല. ദയവ് ചെയ്ത് ഞങ്ങളുടെ ഈ ആവശ്യം ഭരണാധികാരികളിൽ എത്തിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട നടപടികൾ ചെയ്തു തരണം, സഹായങ്ങൾ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളോടെല്ലാവരും പെട്ടി കിടക്കുന്ന അവസ്ഥയിലാണ്. ആർക്കും ഇനിയും എത്താൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. ഒരു അധികാരികളോ ആരോ ഒന്നിനും ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവിടെ ഇതിന് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് മറുപടി പറയുന്നില്ല. ഞങ്ങളെല്ലാവരും പെട്ടി കിടക്കുന്ന അവസ്ഥയിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് ആർക്കും അറിയാനാത്ത അവസ്ഥയിൽ 60ഓളം മലയാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇന്ത്യൻ എംബസി ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. സംസ്ഥാനത്തും മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത ഉണ്ട്. കള്ളക്കടൽ പ്രതിഭാസം മുൻനിർത്തി സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും, കോഴിക്കോട്ട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെയുമാണ് ജാഗ്രതാ നിർദ്ദേശം. തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം. അപകട മേഖലയിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കാനും നിർദ്ദേശമുണ്ട്.